എല്ലാവർക്കും നമസ്കാരം. ജോഗ്രഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാപ്പുമായി ബന്ധപ്പെട്ട, അതായത് സെക്കൻഡ് ടേമിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്പ്, അതായത് ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അതായത് മാപ്പുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. മാപ്പ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിനെ ഭൂപടം എന്ന് പറയും. ഭൂപടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ കൃത്യമായിട്ടുള്ള സ്ഥാനങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും മാപ്പുകൾ അല്ലെങ്കിൽ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്. നമ്മൾ 8ാം ക്ലാസ്സിൽ റീഡിംഗ് മാപ്പ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ റീഡിംഗ് മാപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കുറേയധികം മാപ്പുകളെ കുറിച്ചും ആ മാപ്പുകളുടെ യൂസസിനെ കുറിച്ചും ഉപയോഗങ്ങളെ കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുമുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അന്ന് 8ാം ക്ലാസ്സിൽ നമ്മൾ ടോപ്പോഗ്രാഫിക് മാപ്പ് അല്ലെങ്കിൽ ധരാതലീയ ഭൂപടം എന്ന് പറയുന്ന ഒരു ഭൂപടത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ടോപ്പോഗ്രാഫിക് മാപ്പ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു. ടോപ്പോഗ്രാഫിക് മാപ്പ്, ടോപ്പോഗ്രാഫിക് മാപ്പിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് ആദ്യമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ടോപ്പോഗ്രാഫിക് മാപ്പ് അല്ലെങ്കിൽ ധരാതലീയ ഭൂപടം എന്താണ് എന്ന് ഞാൻ ആദ്യമായിട്ടൊന്ന് പറയാം. Topographic map depict in a minute details all the natural and man-made features on the earth surface. അതായത് എർത്തിന്റെ സർഫസിൽ, ഭൂമിയുടെ ഉപരിതലത്തിലുള്ള എല്ലാ മാൻമെയ്ഡ് ആയിട്ടുള്ളതും നാച്ചുറൽ ആയിട്ടുള്ളതുമായിട്ടുള്ള ഫീച്ചേഴ്സിനെ, അതായത് പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും കുറിച്ച് ഡിപിക്റ്റ് ചെയ്യുന്ന മാപ്പിനെ അല്ലെങ്കിൽ വിശദീകരിക്കുന്ന മാപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന പേരിൽ അറിയുന്നത്. അതായത് എർത്തിന്റെ സർഫസിലുള്ള, ഭൂമിയുടെ ഉപരിതലത്തിലുള്ള എല്ലാ മാൻമെയ്ഡ് ആസ് വെൽ ആസ് നാച്ചുറൽ ഫീച്ചേഴ്സ്, പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള വിവരങ്ങളെ ഉൾക്കൊള്ളുന്ന മാപ്പാണ് എന്തെന്ന് പറയുന്നത്, ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് these map contain the important surface features such as the undulations of the terrains, rivers, other water bodies, forest, agricultural land, barren land, village, towns and transport and telecommunication systems. അതായത് നമ്മുടെ എർത്തിന്റെ സർഫസിലുള്ള അണ്ടുലേഷൻസ് ഓഫ് ദ ടെറൈൻ, അതായത് ഭൂമിയുടെ ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ കയറ്റിറക്കങ്ങളെ കുറിച്ച്, അതുമായിട്ട് റിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച്, മറ്റുള്ള വാട്ടർ ബോഡീസിനെ കുറിച്ച്, ഫോറസ്റ്റിനെ കുറിച്ച്, അഗ്രികൾച്ചറൽ ലാൻഡിനെ കുറിച്ച്, ബാരൻ ലാൻഡിനെ കുറിച്ച്, വില്ലേജിനെയും ടൗണിനെയും ഗ്രാമങ്ങളെയും നഗരങ്ങളെയും കുറിച്ച്, ആൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതായത് ഗതാഗത വാർത്താവിനിമയ സമ്പ്രദായങ്ങളെ കുറിച്ച്, സംവിധാനങ്ങളെ കുറിച്ച്, അങ്ങനെ നാച്ചുറലും മാൻമെയ്ഡുമായിട്ടുള്ള എല്ലാ വിവരങ്ങളെയും കുറിച്ച് നമുക്ക് അറിവ് തരുന്ന ഭൂപടങ്ങളെ, മാപ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് പറയുന്നത്. ദെൻ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഈ ടോപ്പോഗ്രാഫിക് മാപ്പിന്റെ കുറേയധികം പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അതായത് യൂസസ് ഓഫ് ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് പറയും. അതായത് ടോപ്പോഗ്രാഫിക് മാപ്പിന്റെ അല്ലെങ്കിൽ ധരാതലീയ ഭൂപടങ്ങളുടെ ഉപയോഗങ്ങളെ കുറിച്ച് പറയും. എന്താണ് ടോപ്പോഗ്രാഫിക് മാപ്പിന്റെ യൂസസ് എന്ന് പറയുന്നത്? യൂസസ് ഓഫ് ടോപ്പോഗ്രാഫിക് മാപ്പ്, യൂസസ് ഓഫ് ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന്, അനാലിസിസ് ദ ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ദി എർത്ത് സർഫസ്. എർത്ത് സർഫസിൽ, ഭൂമിയുടെ ഉപരിതലത്തിൽ കാണാൻ സാധിക്കുന്ന ഫിസിക്കലായിട്ടുള്ളതും കൾച്ചറലായിട്ടുമുള്ള ഡീറ്റെയിൽസിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ അനലൈസ് ചെയ്യുന്നു. എന്താ ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ? നേരത്തെ നമ്മൾ പറഞ്ഞ മാൻമെയ്ഡ് ആസ് വെൽ ആസ് നാച്ചുറൽ ഫീച്ചേഴ്സ് ഇല്ലേ, അത് തന്നെയാണ് ഫിസിക്കൽ ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും കുറിച്ച് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് നമ്മുടെ ഈ ടോപ്പോഗ്രാഫിക് മാപ്പിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തും. അടുത്തതായിട്ട് പറയുന്നു, ഫോർ മിലിറ്ററി ഓപ്പറേഷൻസ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് മിലിറ്ററി മാപ്പ്. അതായത് മിലിറ്ററി ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട്, മിലിറ്ററി ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ സൈനിക മാപ്പുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട്, അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ടോപ്പോഗ്രാഫിക് മാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. Then identification and studying the natural and cultural resources of a region as a part of economic planning. എക്കണോമിക് പ്ലാനിങ്ങിന്റെ പാർട്ടായിട്ട്, അതായത്
സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഫലമായിട്ട് നമുക്ക് എന്തെല്ലാം തരത്തിലുള്ള നാച്ചുറലും കൾച്ചറലുമായിട്ടുള്ള ഫീച്ചേഴ്സ്, പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള വസ്തുക്കളെ കുറിച്ച് പഠനം നടത്താൻ ഓരോ പ്രദേശത്ത്, ഇപ്പം ഏതെങ്കിലും ഒരു പ്രദേശത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് കരുതുക. അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ എന്തെല്ലാം വസ്തുക്കളുണ്ട്, ആ വസ്തുക്കളെ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ആ മനസ്സിലാക്കിയ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ അവസാനം ഫോർ അർബൻ പ്ലാനിംഗ് എന്ന് പറയും. അർബൻ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ നഗര ആസൂത്രണം എന്ന് പറയും. കൃത്യമായിട്ട് ഒരു പ്രദേശത്തെ നഗരമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഒരു ഗ്രാമമായി കിടക്കുന്ന പ്രദേശം അല്ലെ വലിയ വികസനങ്ങളൊന്നും ഇല്ലാത്ത ഒരു പ്രദേശം, ആ പ്രദേശത്തെ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് വിപുലീകരിച്ചെടുക്കണം. അതിന് അവിടുത്തെ പ്രത്യേകതകൾ അറിഞ്ഞെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് അവിടെ നടപ്പിലാക്കാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു, കൃത്യമായിട്ടൊരു പ്ലാനിങ് നടത്തണം. അതിനെയാണ് അർബൻ പ്ലാനിംഗ് അല്ലെങ്കിൽ നഗര ആസൂത്രണം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഹോസ്പിറ്റലുകൾ എവിടെ വരണം, അതായത് ഒരു നഗരത്തിന്റെ പ്രത്യേകതയാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ എന്ന് പറയുന്നത് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, പാർക്കുകൾ, മറ്റുള്ള പ്രവർത്തന മേഖലകളെല്ലാം കൊണ്ടുവരിക എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നും തോന്നിയ പ്രദേശത്ത് കൊണ്ടുവന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരു നഗരാസൂത്രണം എന്ന് പറയാൻ സാധിക്കത്തില്ല. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള പ്രദേശങ്ങളിൽ വേണം ഓരോന്നിനെയും നമുക്ക് രേഖപ്പെടുത്തി വെക്കാൻ. അത്തരത്തിൽ ഓരോന്നിനെയും കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നതിന് നമുക്ക് എന്ത് വേണം, ഈ പറഞ്ഞ രീതിയിൽ ഒരു പ്ലാനിങ് വേണം. ഹോസ്പിറ്റൽ ഒരു പ്രദേശത്ത്, ഇൻഡസ്ട്രികൾ മറ്റൊരു പ്രദേശത്ത്, അല്ലെങ്കിൽ സ്കൂളുകൾ മറ്റൊരു പ്രദേശത്ത്, നമ്മുടെ ഗതാഗത മാർഗങ്ങൾ ഏതൊക്കെ പ്രദേശത്ത് കൂടി വേണം, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളെയും കുറിച്ച് നേരത്തെ കൂട്ടി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അർബൻ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അതെന്തായിരിക്കും, നമ്മുടെ നാച്ചുറൽ ആസ് വെൽ ആസ് മാൻ മെയ്ഡ് ഫീച്ചേഴ്സ്, നാച്ചുറൽ ഫീച്ചേഴ്സിനെയും മാൻ മെയ്ഡ് ഫീച്ചേഴ്സിനെയും കുറിച്ച് തിരിച്ചറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭൂപടങ്ങളാണ് നമുക്ക് എപ്പോഴും ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് പറയുന്നത്. ആ ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫിസിക്കൽ കൾച്ചറൽ ഫീച്ചേഴ്സിനെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നു, മിലിറ്ററി ഓപ്പറേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നു, നാച്ചുറലും കൾച്ചറലും ഫീച്ചേഴ്സ് ഓരോ പ്രദേശത്ത് എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ അർബൻ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് നമ്മുടെ ടോപ്പോഗ്രാഫിക് മാപ്പ് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ടോപ്പോ ഷീറ്റ്. അതായത് ടോപ്പോഗ്രാഫിക് മാപ്പിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വിളിക്കുമ്പോൾ ടോപ്പോ ഷീറ്റ് എന്ന് പറയും. ആ ടോപ്പോ ഷീറ്റിന്റെ ഇന്റർപ്രിട്ടേഷനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഒരു ടോപ്പോ ഷീറ്റ് തന്നാൽ അല്ലെങ്കിൽ ഒരു ടോപ്പോഗ്രാഫിക് മാപ്പ് തന്നാൽ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാപ്പുകളിൽ സാധാരണഗതിയിൽ നമ്മളൊരു മാപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആ രാജ്യത്തിന്റെ പേര് അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ പേര്, അവിടെയുള്ള പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എല്ലാം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ ഇന്ത്യയുടെയും കേരളത്തിന്റെയും അതേകണക്ക് ലോകത്തിന്റെയും ഒക്കെ മാപ്പുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള മാപ്പുകൾ നോക്കിയാൽ നമുക്ക് കോണ്ടിനെന്റുകൾ തിരിച്ചറിയാൻ സാധിക്കും, രാജ്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും, അതിന്റെ ക്യാപിറ്റലുകൾ തിരിച്ചറിയാൻ സാധിക്കും, അങ്ങനെയുള്ള വസ്തുതകളെല്ലാം തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ ഒരു ടോപ്പോ ഷീറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ഇല്ലാതെ ഒരു ടോപ്പോ ഷീറ്റ് ഒരിക്കലും നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കില്ല. ഒരു ടോപ്പോ ഷീറ്റ് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം, പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് വേണം. ആ ട്രെയിനിങ്ങിനോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും വേണം. അതെങ്ങനെ വായിക്കണം എന്ന് തിരിച്ചറിയണം. അപ്പൊ അതിനകത്ത് എന്താണെന്ന് കാര്യം എന്ന് ചോദിച്ചാൽ ത്രൂ ദ നോളജ് ഓഫ് ദ നമ്പറിംഗ് സ്കീം, ടോപ്പോ ഷീറ്റിനകത്ത് ഒരു നമ്പറിംഗ് സ്കീം ഉണ്ട്. ആ നമ്പറിംഗ് സ്കീമിനെ കുറിച്ച് ഒരു നോളജ് വേണം. ദെൻ ലൊക്കേഷണൽ ആസ്പെക്ട്സുകൾ കൊടുത്തിട്ടുണ്ട്. ദെൻ കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിംബൽസ്, അതായത് നമ്മൾ അതിന്റെ ഓരോത്തിന്റെയും ചിഹ്നങ്ങളെ കുറിച്ച് 8ാം ക്ലാസ് പഠിച്ചിട്ടുള്ളതാണതും, ചിഹ്നങ്ങൾ ഓരോന്നിനെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. ദെൻ എലവേഷൻ, ഉയരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലാക്കണം. ദെൻ സ്ലോപ്പ് ഓഫ് ദി ടെറൈൻ, ഓരോ ഭൂപ്രദേശത്തിന്റെയും ചരിവുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലാക്കണം. ദെൻ അതിന്റെ റെപ്രസെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതിനെയൊക്കെ കുറിച്ച് ഒരു ബന്ധവുമില്ലാതെ നമുക്ക് ഭൂപടത്തിലേക്ക് പോയാൽ അല്ലെങ്കിൽ ടോപ്പോ ഷീറ്റിലേക്ക് പോയാൽ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ പേജ് നമ്പർ 51 ഒരു ടോപ്പോ ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. മനസ്സിലായോ? പേജ് നമ്പർ 51 നമുക്കൊരു ടോപ്പോ ഷീറ്റ് തന്നിട്ടുണ്ട്. ആ പേജ് നമ്പർ 51 ടോപ്പോ ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ
അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയാനായിട്ട് പോകുന്നത്. അപ്പോ നമുക്കൊരു ടോപ്പോ ഷീറ്റിനെ എങ്ങനെയാണ് അതിന്റെ ലേ ഔട്ട് ആൻഡ് നമ്പറിംഗ് എന്താണ് എന്നാണ് ആദ്യമായിട്ട് പറയുന്നത്. ലേ ഔട്ട് ആൻഡ് നമ്പറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പോ ഷീറ്റ് ഫോർ ദ ഓൾ വേൾഡ് ഹാസ് ബീൻ പ്രിപ്പയർഡ് ഇൻ എ സെവറൽ ഷീറ്റ് ഓഫ് സെയിം സൈസ് ആൻഡ് ഷേപ്പ്. അതായത് വേൾഡിനെ മൊത്തത്തിൽ നമ്മൾ ടോപ്പോ ഷീറ്റുകളിലേക്ക് മാറ്റിയിരിക്കുന്നു. ആ വേൾഡിനെ മൊത്തത്തിൽ ടോപ്പോ ഷീറ്റുകളിലേക്ക് മാറ്റുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ സൈസുള്ള ഒരേ ഷേപ്പുള്ള ഒരേ സൈസും ഒരേ ഷേപ്പുമുള്ള ഒരുപാട് ഷീറ്റുകളായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ the whole world is picturized in 2222 ഷീറ്റ്. വേൾഡിനെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, 2222 ഷീറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതായത് ലോകത്തെ മുഴുവൻ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, 2222 ഷീറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എങ്കിൽ അതിനെ നമ്മൾ ലാറ്റിറ്റ്യൂഡിനൽ ലൊക്കേഷനിൽ പറയുമ്പോൾ ബിറ്റ്വീൻ 60 ഡിഗ്രി നോർത്ത് ആൻഡ് 60 ഡിഗ്രി സൗത്തില് ഏകദേശം 1800 ഷീറ്റുകളുണ്ട്. ലോകത്തിലെ മുഴുവൻ 2222 ഷീറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 60 ഡിഗ്രി വടക്ക് മുതൽ 60 ഡിഗ്രി തെക്ക് വരെ, 60 ഡിഗ്രി നോർത്ത് മുതൽ 60 ഡിഗ്രി സൗത്ത് വരെയുള്ള പോർഷനെ നമ്മൾ എത്ര ആയിട്ട് തിരിച്ചിരിക്കുന്നു, ഏകദേശം 1800 ഷീറ്റുകളായിട്ട് തിരിച്ചിരിക്കുന്നു. അതേപോലെ ബിറ്റ്വീൻ 60 ടു 88 ഡിഗ്രി, അതായത് 60 ഡിഗ്രി മുതൽ 88 ഡിഗ്രി വരെയുള്ള പ്രദേശത്തെ ഏകദേശം 420 ഷീറ്റുകളായിട്ട് 420 ഷീറ്റുകളായിട്ട് തിരിച്ചിരിക്കുന്നു. ഇതിനേറ്റവും അവസാനമായി പറയുന്നു that two poles, അതായത് നമുക്ക് രണ്ട് പോളുകളുണ്ട്, നോർത്ത് പോളും സൗത്ത് പോളും, അതായത് ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും. ആ രണ്ട് ധ്രുവങ്ങളിലേക്ക് വേണ്ടിയിട്ട് രണ്ട് ഷീറ്റുകളാക്കി മാറ്റിയിരിക്കുന്നു. അങ്ങനെ 1800 1800 420 420 പ്ലസ് 2 2 എല്ലാം കൂടി ചേരുമ്പോൾ 2222 ഷീറ്റ്. അപ്പൊ ലോകത്തെ മുഴുവൻ, വേൾഡിനെ മുഴുവൻ നമ്മൾ എത്ര ഷീറ്റുകളായിട്ട് തിരിച്ചിരിക്കുന്നു, 2222 2222 ഷീറ്റുകളായിട്ട് തിരിച്ചിരിക്കുന്നു. 60 ഡിഗ്രി നോർത്ത് മുതൽ 60 ഡിഗ്രി സൗത്ത് വരെ 1800 ഷീറ്റുകളായിട്ട്, 60 ഡിഗ്രിക്കും 88 ഡിഗ്രിക്കും ഇടയിൽ 420 ഷീറ്റുകളായിട്ട്. അതേപോലെ തന്നെ രണ്ട് പോൾ, രണ്ട് ധ്രുവങ്ങളിലേക്ക് വേണ്ടിയിട്ട് രണ്ട് ഷീറ്റുകളെയും മാറ്റിയിരിക്കുന്നു. അങ്ങനെ ആകെ മുഴുവൻ, ലോകത്തെ മുഴുവൻ നമ്മൾ ടോപ്പോ ഷീറ്റിലേക്ക് മാറ്റുമ്പോൾ 2222 ഷീറ്റുകളിലാണ് ലോകത്തെ മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇതിനെയാണ് നമ്മൾ ടോപ്പോ ഷീറ്റിന്റെ നമ്പറിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ടോപ്പോ ഷീറ്റിന്റെ നമ്പറിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ടോപ്പോ ഷീറ്റിനകത്ത് തന്നെയുള്ള മില്യൺ ഷീറ്റ്, ഡിഗ്രി ഷീറ്റ് എന്നിങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. എങ്ങനെയാണ് മില്യൺ ഷീറ്റ്, എങ്ങനെയാണ് ഡിഗ്രി ഷീറ്റ് എന്നിവ വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് മില്യൺ ഷീറ്റ് എന്താണ് എന്ന് പറയാം. The million sheet covering 4 degree latitude and 4 degree longitudinal extent are given the numbers from 1 to 105. അതായത് മില്യൺ ഷീറ്റ് എന്ന് പറയുന്നത് 4 ഡിഗ്രി ലാറ്റിറ്റ്യൂഡും 4 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡും വലിപ്പമുള്ള 1 മുതൽ 105 വരെയുള്ള ഷീറ്റുകളിലാണ് മില്യൺ ഷീറ്റിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പോ ഷീറ്റുകളെയാണ് നേരത്തെ പറഞ്ഞ 2222 ഷീറ്റുകളാക്കി മാറ്റുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ മില്യൺ ഷീറ്റുകളാണ് പറയുന്നത്. 4 ഡിഗ്രി അക്ഷാംശവും 4 ഡിഗ്രി രേഖാംശവുമുള്ള 4 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് 4 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെന്റ് ഉള്ള 1 to 105, 1 മുതൽ 105 വരെയുള്ള ഷീറ്റുകളിലേക്ക് മില്യൺ ഷീറ്റുകളെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. These numbers are known as index numbers. ഈ നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു ഷീറ്റ് വരച്ചിട്ടുണ്ട്, നോക്കിയേ. ഈ 45 46 47 54 55 56 63 64 65 എന്ന് പറഞ്ഞു കൊടുത്തേക്കൊണ്ട് എന്താണ് എന്ന് ചോദിച്ചാൽ 1 to 105 വരുന്ന ഒരു ഷീറ്റിൽ നിന്ന് ഒരു ഭാഗം ഞാൻ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തെടുത്തേക്കാണ്. അതിനകത്ത് തന്നെ എന്ത് ചെയ്തിരിക്കുന്നു, നമ്മൾ ഓരോന്നിനെയും ഇതിനകത്ത്
1 to 105 ഉണ്ടെന്നാ പറഞ്ഞത്. അതിനകത്തുനിന്ന് കുറച്ച് പോർഷനെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ ഓരോ പോർഷനെയും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? 16 ഈക്വൽ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ നോക്കിയേ, 45 എന്ന് പറയുന്ന നമ്പർ കണ്ടോ, അതിനെ 16 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ്? ABCDEFG എന്ന് പറഞ്ഞ് P വരെ. മനസ്സിലായി? 45നെ എന്ത് ചെയ്തിരിക്കുന്നു? ഇങ്ങനെ 16 ആയിട്ട് തിരിച്ചിരിക്കുന്നു. അതാണ് അങ്ങനെ 46നെയും ഇതേപോലെ 16 ആയിട്ട് തിരിച്ചിരിക്കുന്നു. 47നെയും നമ്മൾ ഇതേപോലെ 16 ആയിട്ട് തിരിച്ചിരിക്കുന്നു. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് 55 ആണ്. ആ 55നെയും നമ്മൾ എത്ര ആയിട്ട് തിരിച്ചിരിക്കുന്നു? ഇതേപോലെ തന്നെ 16 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡിഗ്രി ഷീറ്റുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നോക്കിയേ, each million sheet is divided into 16 part in order to ABCD. അപ്പോ ഓരോ മില്യൺ ഷീറ്റിനെയും, നമുക്ക് മില്യൺ ഷീറ്റുകൾ 1 തൊട്ട് 105 വരെയാണെന്ന് പറഞ്ഞു. അതിനകത്ത് ഓരോ മില്യൺ ഷീറ്റിനെയും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ABCD എന്നിങ്ങനെ P വരെ 16 ബോക്സുകളാക്കി മാറ്റിയിരിക്കുന്നു. കണ്ടല്ലോ? അപ്പോ ഈച്ച് ഓഫ് ദീസ് ഷീറ്റ്, ഓരോ ഡിഗ്രി ഷീറ്റിന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 4 ഡിഗ്രി ലാറ്റിറ്റ്യൂഡും 4 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡുമാണ് എങ്കിൽ ഇവിടെ വരുന്ന ഡിഗ്രി ഷീറ്റുകൾ എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി ലാറ്റിറ്റ്യൂഡും 1 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡുമാണ് ഡിഗ്രി ഷീറ്റിന്റെ പ്രത്യേകത. മനസ്സിലായോ? Then ഈ ഡിഗ്രി ഷീറ്റുകളെയും നമ്മൾ 1 മുതൽ 16 വരെയുള്ള 1 to 16 ആയിട്ടുള്ള ഈക്വൽ ബോക്സുകളായിട്ട് തിരിച്ചിരിക്കുന്നു. 16 ബോക്സുകളായിട്ട്. അതായത് ഈ A എന്ന് പറയുന്ന ബോക്സിനെ 16 ബോക്സുകളായിട്ട് തിരിച്ചിരിക്കുന്നു. എന്നിട്ട് 1 2 3 4 എന്നും പറഞ്ഞ് 16 വരെ കൊടുത്തിരിക്കുന്നു. B എന്ന് പറയുന്ന ബോക്സിനെയും 1 to 16 ഈക്വൽ ബോക്സ് ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ D എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്താൽ അതിനെയും എന്ത് ചെയ്തിരിക്കുന്നു? 1 2 3 4 എന്നും പറഞ്ഞ് 16 വരെയുള്ള 16 ഈക്വൽ ബോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഈ ബോക്സിന്റെ വലിപ്പം എന്ന് പറയുന്നത് 15 മിനിറ്റ്സ് ആണ്. മനസ്സിലായോ? 15 മിനിറ്റ്സ് ലാറ്റിറ്റ്യൂഡൽ ആൻഡ് 15 മിനിറ്റ്സ് ലോഞ്ചിറ്റ്യൂഡൽ എക്സ്റ്റെൻഡ് ആയിരിക്കും ഈ ബോക്സിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് ഡിഗ്രി ഷീറ്റിന്റെ സബ് ബോക്സ് ആണ്. അപ്പൊ നമുക്ക് മില്യൺ ഷീറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. മില്യൺ ഷീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1 മുതൽ 105 വരെയാണ്. മില്യൺ ഷീറ്റുകൾ എന്ന് പറഞ്ഞാൽ എവിടെ തൊട്ട് എവിടെ വരെയാ? 1 മുതൽ 105 വരെയാണ് കാണപ്പെടുന്നത്. അതിനകത്തുനിന്ന് ഓരോ ബോക്സിനെയും നമ്മൾ എത്ര ആയിട്ട് തിരിച്ചിരിക്കുന്നു? 16 ഷീറ്റുകളായിട്ട് തിരിച്ചിരിക്കുന്നു. ABCD എന്നാണ് 16 ഷീറ്റുകളെ അറിയപ്പെടുന്നത്. ആ 16 ഷീറ്റുകളിൽ ഓരോ ഷീറ്റിനെയും വീണ്ടും അടുത്ത 16 സബ് ബോക്സുകളായിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പോൾ മില്യൺ ഷീറ്റിനെ 16 ഷീറ്റുകളാക്കി മാറ്റുമ്പോൾ, ABCD എന്ന് പറയുന്ന 16 ഷീറ്റുകളാക്കി മാറ്റുമ്പോൾ അതിനെ നമ്മൾ അറിയപ്പെടുന്ന പേര് ഡിഗ്രി ഷീറ്റ് എന്നാണ്. ആ ഡിഗ്രി ഷീറ്റിന്റെ ഓരോ ബോക്സിനെയും നമ്മൾ 16 സബ് ബോക്സുകളാക്കി മാറ്റുന്നു. അങ്ങനെ 16 സബ് ബോക്സുകളാക്കി മാറ്റുമ്പോൾ അതിനെ നമ്മൾ 1 2 3 4 5 എന്ന ഉള്ള ലേബലിലാണ് അടയാളപ്പെടുത്തുന്നത്. അങ്ങനെ വരുമ്പോൾ അതിനും നമ്മൾ എന്ത് ചെയ്യുന്നു? 16 വരെയുള്ള 16 ബോക്സുകളായിട്ട് തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നു മില്യൺ ഷീറ്റിൽ 55 എന്ന് പറയുന്ന ഒരു ഡിജിറ്റ് എടുത്താൽ അതിനെ ഡിഗ്രി ഷീറ്റിലേക്ക് D എന്ന് പറയുന്ന ലെറ്ററിനെ തിരഞ്ഞെടുക്കുന്നു. അതിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു ലെറ്റർ എടുക്കുന്നു. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന 3 ആണ്. 55D3 എന്നിങ്ങനെ എടുത്തിരിക്കുന്നു. അത് നമ്മൾ ടോപ്പോ ഷീറ്റിന്റെ ഇന്റർപ്രിട്ടേഷന് വേണ്ടി ടോപ്പോ ഷീറ്റിൽ അതിനെ റീഡ് ചെയ്യാൻ വേണ്ടി കണക്കാക്കുമ്പോൾ 55D/3 എന്ന പേരിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ മില്യൺ ഷീറ്റ് എന്ന് പറഞ്ഞാൽ 1 to 105 ആണ് പറയുന്നത്. അതേപോലെ തന്നെ ഡിഗ്രി ഷീറ്റ് എന്ന് പറയുമ്പോൾ ABCD എന്ന് മുതൽ തുടങ്ങി P വരെയാണ്. ദെൻ ഡിഗ്രി ഷീറ്റിന് ഒരു സബ് ബോക്സ് ഉണ്ട്. അത് 1 to 16 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ടോപ്പോ ഷീറ്റിന്റെ ഇന്റർപ്രിട്ടേഷൻ നടപ്പിലാക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സൈൻസ് ആൻഡ് സിംബൽസ് എന്ന് പറയുന്നത്, കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിംബൽസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് അംഗീകൃതമായിട്ടുള്ള ചിഹ്നങ്ങളെ കുറിച്ചിട്ടാണ് സയൻസും സിംബൽസും. അതായത് ഒരു ഭൂപടത്തിൽ, ഒരു മാപ്പിൽ നമുക്ക് രേഖപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട സിംബൽസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ മാപ്പ് എടുക്കുന്ന സമയത്ത്, ഒരു ഭൂപടം എടുക്കുന്ന സമയത്ത്, അത് ഇന്ത്യയുടെ ആണെങ്കിലും വേൾഡിന്റെ ആണെങ്കിലും ഇന്ത്യയിൽ നിർമ്മിച്ചതാണെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിർമ്മിച്ച ഭൂപടങ്ങളാണെങ്കിലും എല്ലായിടത്തും ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള, ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള, എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചതായിട്ടുള്ള കുറെ സൈൻസ് ആൻഡ് സിംബൽസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കുറെ അധികം സയൻസ് ആൻഡ് സിംബൽസ് നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ആ സയൻസ് ആൻഡ് സിംബൽസിൽ വളരെ കുറച്ച് മാത്രം ഞാനിവിടെ ബോർഡിൽ നിങ്ങൾക്ക് വേണ്ടി വരച്ചിട്ടുണ്ട്.
എന്തുകൊണ്ടാണ് ഇത്രയും മാത്രം ഞാൻ തെരഞ്ഞു പിടിച്ച് വരച്ചത് എന്ന് ചോദിച്ചാല്, ഇത് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഗ്രിഡ് റെഫറൻസുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന കുറച്ച് സൈൻസ് ആൻഡ് സിംബൽസ് ആയതുകൊണ്ടാണ് ഇത് മാത്രമായിട്ട് ഞാൻ എന്ത് ചെയ്തത്, വരച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് പാഠപുസ്തകത്തിലെ പ്രധാനപ്പെട്ട കുറെ സൈൻസ് ആൻഡ് സിംബൽസ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പറയുന്ന സൈൻ ആൻഡ് സിംബൽസ് എന്ന് പറയുമ്പോൾ റോഡുമായി ബന്ധപ്പെട്ടതാണ്. ടെക്സ്റ്റ് ബുക്കിന്റെ റെഫറൻസോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ സൈൻസ് ആൻഡ് സിംബൽസ് പഠിക്കേണ്ടത്. കൃത്യമായിട്ട് ഓരോ സൈൻസിനും സിംബൽസിനും അതിൻ്റെതായിട്ടുള്ള കളേഴ്സ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഷേപ്പുകളുണ്ട്. അപ്പൊ നമുക്ക് റോഡ്സിനെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മെറ്റൽഡ് റോഡ് ഉണ്ട്, അൺമെറ്റൽഡ് റോഡ് ഉണ്ട്, ഫുട്പാത്ത് ഉണ്ട്, കാർ ട്രാക്ക് ഉണ്ട്, അങ്ങനെ വ്യത്യസ്ത തരമായിട്ടുള്ള റോഡുകളുണ്ട്. അതിനകത്ത് മെറ്റൽഡ് റോഡും അൺമെറ്റൽഡ് റോഡുമാണ് എക്സാമിന് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. ദെൻ അതിനുശേഷം റെയിൽവേസ് വരും. റെയിൽവേസ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറിലായിരിക്കും കാണപ്പെടുന്നത്. അതിനകത്ത് റെയിൽവേ ബ്രോഡ് ഗേജ് ഉണ്ട്, റെയിൽവേ മീറ്റർ ഗേജ് ഉണ്ട്, റെയിൽവേ വിത്ത് സ്റ്റേഷൻ ഉണ്ട്, ലെവൽ ക്രോസിംഗ് ഉണ്ട്, റെയിൽവേ വിത്ത് ബ്രിഡ്ജ് ഉണ്ട്. അതിനകത്ത് റെയിൽവേ ബ്രോഡ് ഗേജും റെയിൽവേ മീറ്റർ ഗേജും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ദെൻ ബൗണ്ടറീസിലേക്ക് വരുമ്പോൾ ഇന്റർനാഷണൽ ബൗണ്ടറി ഉണ്ട്, സ്റ്റേറ്റ് ബൗണ്ടറി ഉണ്ട്, ഡിസ്ട്രിക്ട് ബൗണ്ടറി ഉണ്ട്, താലൂക്ക് ബൗണ്ടറി ഉണ്ട്. ഇവയും നമുക്ക് ബ്ലാക്ക് കളേഴ്സിലാണ് കാണാൻ സാധിക്കുന്നത്. അതിനകത്ത് ഇന്റർനാഷണൽ ബൗണ്ടറിയും സ്റ്റേറ്റ് ബൗണ്ടറിയും ഏകദേശം ഒരേപോലെ കാണപ്പെടുന്നു എങ്കിലും ഇന്റർനാഷണൽ ബൗണ്ടറിക്ക് തിക്നെസ് കൂടുതലും അതേടൊക്കെ സ്റ്റേറ്റ് ബൗണ്ടറിക്ക് തിക്നെസ് വളരെ കുറവുമായിരിക്കും കാണാൻ സാധിക്കും. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് വരുന്നു, വാട്ടർ ബോഡീസ് എന്ന് പറയും, ജലാശയങ്ങൾ. ജലാശയങ്ങളെല്ലാം ബ്ലൂ കളേഴ്സിലായിരിക്കും, നീല നിറത്തിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. അതിനകത്ത് സ്ട്രീംസ് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, ടൈഡൽ റിവേഴ്സ് ഉണ്ട്, സ്പ്രിങ്സ്, വെൽസ്, ട്യൂബ് വെൽസ് എന്നിങ്ങനെയുണ്ട്. സ്പ്രിങ്സ് ഇവിടെ നോക്കിയേ, സ്പ്രിങ്സിനെ നമ്മൾ ഈ പ്ലസ് ചിഹ്നത്തിലാണ് കാണപ്പെടുന്നത്. വെൽ സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ നീരുറവകൾ എന്ന് പറയും. ദെൻ വെൽ ഇത് ബ്ലൂ കളറാണ്, എന്ത് ചെയ്യുന്നു, വെൽ കിണർ എന്ന് പറയും. ദെൻ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ കാണപ്പെടുന്നത് ട്യൂബ് വെൽ, കുഴൽ കിണർ എന്ന പേരിലും അറിയപ്പെടും. ഇത് മൂന്നെണ്ണവും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിന് ചോദിക്കുന്നുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഗ്രിഡ് റെഫറൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഇത് മൂന്നെണ്ണവും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതിനുശേഷം നമുക്ക് വെജിറ്റേഷൻസ്, സസ്യജാലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സസ്യജാലങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം അത് പച്ച നിറത്തിലാണ്, ഗ്രീൻ നിറത്തിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. അതിനകത്ത് ഗ്രാസ് ഉണ്ട്, പാംസ് ഉണ്ട്, കോണിഫറസ് ട്രീസ് ഉണ്ട്, ബാംബൂസ് ഉണ്ട്, ഡെൻസ് ഫോറസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ റിസർവ് ഫോറസ്റ്റും ഉണ്ട്. ദെൻ അതിനുശേഷം വരുന്നതാണ് സെറ്റിൽമെന്റ്സ് എന്ന് പറയും. സെറ്റിൽമെന്റ്സ് എന്ന് പറഞ്ഞാൽ വാസസ്ഥലങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അതിനകത്ത് നമുക്ക് പെർമനന്റ് സെറ്റിൽമെന്റ്സ് ഉണ്ട്. സെറ്റിൽമെന്റ്സ് എല്ലാം റെഡ് കളറാണ്. ആദ്യമായിട്ട് വരുന്നു പെർമനന്റ് സെറ്റിൽമെന്റ്, റെഡ് കളർ ആയിരിക്കും. ഒരു ബോക്സ് വരച്ചിട്ട്, ഒരു സ്ക്വയർ വരച്ചിട്ട് അത് റെഡ് കളർ ആയിരിക്കും കാണപ്പെടുന്നത്. പിന്നെ ടെമ്പററി സെറ്റിൽമെന്റ് ഉണ്ട്, അത് ഒരു റെഡ് കളറിന്റെ ഔട്ട്ലൈനോട് കൂടിയ ഒരു സ്ക്വയർ ആയിരിക്കും. അതിനുശേഷം ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റ് ഉണ്ട്. ഇതാണ് ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റ്. ഇവിടെ ക്ലസ്റ്റേർഡ് എന്ന് ഞാൻ എഴുതിയിട്ടില്ല എങ്കിലും ഇത് ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റ് ആണ്. ഇത് നമുക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നീട് അതിനോടൊപ്പം തന്നെ ഡിസ്പേഴ്സ്ഡ് സെറ്റിൽമെന്റും ലീനിയർ സെറ്റിൽമെന്റും ഉണ്ട്. ഏത് തരത്തിലുള്ള സെറ്റിൽമെന്റ് ആയാലും, പെർമനന്റ് ആയാലും ടെമ്പററി ആയാലും, അതേ കണക്ക് തന്നെ ക്ലസ്റ്റേർഡ് ആയാലും ലീനിയർ ആയാലും അതേ കണക്ക് തന്നെ ഡിസ്പേഴ്സ്ഡ് ആയാലും എല്ലാ സെറ്റിൽമെന്റ്സിന്റെയും നിറങ്ങൾ, കളർ എന്ന് പറയുന്നത് റെഡ് കളറാണ്. ദെൻ അതിനുശേഷം വരുന്ന മോണുമെന്റ്സ് ആൻഡ് ബിൽഡിങ്സ്, പ്രധാനപ്പെട്ട സ്മാരകങ്ങളും കെട്ടിടങ്ങളും വരുമ്പോൾ ഫോർട്ട്, കോട്ട പ്രധാനമായിട്ടും നമുക്ക് ചോദിക്കുന്ന ഒന്നാണ്. അതിനുശേഷം പിന്നെ ടെമ്പിൾ ഉണ്ട്. കോമൺ ആയിട്ട് ചോദിക്കുന്ന വസ്തുക്കളാണ് ടെമ്പിള്, ചർച്ച്, മോസ്ക്, ടോംബ് എന്നിവ. ദെൻ ഇവയെല്ലാം റെഡ് കളറിൽ കാണപ്പെടുന്നവയുമാണ്, ചുവന്ന നിറത്തിലാണ് കാണുന്നത്. പിന്നെ അതിൽ നിന്നൊന്നും പെടാത്ത മറ്റൊരു സ്മാരകമാണ് അല്ലെങ്കിൽ മറ്റൊരു ബിൽഡിംഗ് ആണ്, മോണുമെന്റ്സ് ആൻഡ് ബിൽഡിങ്സിന്റെ കൂട്ടത്തിൽ വരുന്നതാണ് ഗ്രേവ് എന്ന് പറയുന്നത്. ഗ്രേവ് എന്ന് പറഞ്ഞാൽ ശവപ്പറമ്പ്, ശ്മശാനം, സെമിത്തേരിയ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനുശേഷം പിന്നെ വരുന്നത് ലൈറ്റ് ഹൗസ് ഉണ്ട്, ഡിസ്പെൻസറി ഉണ്ട്, എയർപോർട്ട് ഉണ്ട്, പോസ്റ്റ് ഓഫീസ്, ടെലഗ്രാഫ് ഓഫീസ്, പിന്നെ പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്, റെസ്റ്റ് ഹൗസ് എന്നിങ്ങനെയൊക്കെ വരും. ഇതിനകത്ത് പോസ്റ്റ് ഓഫീസിനെ PO എന്ന് പറയുന്ന ലെറ്ററിലും ടെലഗ്രാഫ് ഓഫീസിനെ TO എന്ന് പറയുന്ന ലെറ്ററിലും, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് ഓഫീസിനെ PTO എന്ന് പറയുന്ന ലെറ്റേഴ്സിലും, പോലീസ് സ്റ്റേഷനെ PS എന്ന് പറയുന്ന ലെറ്റേഴ്സിലും, ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലെ IB എന്ന് പറയുന്ന ലെറ്റേഴ്സിലും, റെസ്റ്റ് ഹൗസിനെ RH എന്ന് പറയുന്ന ലെറ്റേഴ്സിലും നമ്മൾ എന്ത് ചെയ്യുന്നു, മെൻഷൻ ചെയ്യും.
ലൈറ്റ് ഹൗസിനെ ആണെങ്കിൽ ഒരു റെഡ് കളറിലെ ലൈറ്റ് ഹൗസിന്റെ ചിഹ്നത്തിൽ തന്നെ കാണിച്ചിരിക്കുന്നു. പിന്നെ ഹെൽത്ത് സെന്ററിനെ ഒരു ഇതേപോലെ പെർമനന്റ് സെറ്റിൽമെന്റിന്റെ ഒരു റെഡ് സ്ക്വയർ വരച്ചിട്ട് അതിനകത്ത് അതിനോടൊപ്പം ഡിസ്പെൻസറി എന്ന് എഴുതി ചേർത്തിട്ടുണ്ട്. പിന്നീട് അതിനകത്ത് പറയുന്നത് വെച്ചാൽ എയർപോർട്ടാണ്. എയർപോർട്ട് എന്ന് പറയുമ്പോൾ ഒരു റെഡ് റൗണ്ട് വരച്ചിട്ട് അതിനകത്ത് റെഡ് കളറിൽ ഒരു ഫ്ലൈറ്റ് പോകുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് കണ്ടാൽ ഏത് പൊട്ടനും മനസ്സിലാകുന്നതേ ഉള്ളൂ അത് എയർപോർട്ടാണ് എന്ന്. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് എലവേഷൻസ് ഉയരം പറയാൻ വേണ്ടിയിട്ട് കോണ്ടൂർ ലൈൻസ് ഉപയോഗിക്കുന്നു, ഫോം ലൈൻസ് ഉപയോഗിക്കുന്നു, സ്പോട്ട് ഹൈറ്റ് ഉപയോഗിക്കുന്നു, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്, ബെഞ്ച് മാർക്ക് എന്നിങ്ങനെ പലതായിട്ട് ഉപയോഗിക്കുന്നു. അതിനകത്ത് കോണ്ടൂർ ലൈനും ഫോം ലൈനും നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ബ്രൗൺ കളറിലാണ്. ഓക്കെ, അത് രണ്ടെണ്ണവും വളരെ ഇമ്പോർട്ടന്റുമാണ്. ദെൻ പിന്നീട് നമുക്ക് ഒരു ഡോട്ട് ഇട്ടിട്ട് ഒരു നമ്പർ കൊടുത്താൽ അതിനെ സ്പോട്ട് ഹൈറ്റ് എന്ന് വിളിക്കും. ദെൻ ഒരു ട്രയാങ്കിൾ വരച്ച് അതിന്റെ നടുക്ക് ഒരു ഡോട്ട് ഇട്ടിട്ട് ഒരു നമ്പർ കൊടുത്താൽ അതിനെ നമുക്ക് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്ന് വിളിക്കും. ദെൻ ഒരു ബ്ലാക്ക് ഡോട്ട് ഇട്ടിട്ട് BM എന്ന് എഴുതിയിട്ട് ഒരു നമ്പർ കൊടുത്താൽ അതിനെ ബെഞ്ച് മാർക്ക് എന്ന പേരിലും അറിയപ്പെടും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സൈൻസ് ആൻഡ് സിംബൽസിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അപ്പോ സൈൻസ് ആൻഡ് സിംബൽസിനകത്ത് ഈ വരച്ചിട്ടിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു, പഠിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾക്ക് മാത്രമായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ വസ്തുക്കളാണ് നമുക്ക് ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഐഡിയ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകുമ്പോൾ അതിനെയെല്ലാം വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഓക്കെ.